ഇത് തിരുവനന്തപുരത്തേക്കുള്ള കേരള യാത്ര അല്ല. ഇത് വോട്ട് പിടിക്കാനുള്ള കേരള യാത്രയല്ല. ഇത് ലീഡർഷിപ്പ് നേടിയെടുക്കാൻ മാർക്കറ്റിങ്ങിന് യാത്രയല്ല. ഏതെങ്കിലും സമ്മേളനത്തിന്റെ പ്രചരണാവശ്യാർത്ഥമുള്ള യാത്രയല്ല. മറിച്ച് മഹാനായ ശൈഖുന ആൾ ഇന്ത്യ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് മൂന്നാമത്തെ കേരള യാത്രയാണ്. കർണാടക യാത്ര കൂടി വരുമ്പോൾ നാലാമത്തേതാണ്. 1999 അന്ന് മുദ്രാവാക്യം മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കാൻ. രണ്ടാമത്തെ കേരള യാത്രയുടെ മുദ്രാവാക്യം 2012 മാനവികതയെ തട്ടി ഉണർത്താൻ. ഇപ്പോഴത്തെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം. മൂന്നും ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് മുദ്രാവാക്യം മറ്റൊന്ന് കിട്ടാത്തത് കൊണ്ടല്ല, മറിച്ച് ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യൻ പുരോഗമിച്ച് അത്യുന്നതിയിലെത്തുമ്പോഴും പാരമ്യതയിലെത്തുമ്പോഴും മനുഷ്യത്വം മനുഷ്യൽ നിന്ന് അകന്നുപോയി, നഷ്ടപ്പെട്ടു പോയി. മനുഷ്യത്വം മരവിച്ചു കിടക്കുന്ന ഹൃദയങ്ങൾ തേടിയുള്ള മനുഷ്യ മനസ്സുകളിലേക്കുള്ള, മനുഷ്യ മനസ്സുകൾ തുറക്കുന്ന ഒരു യാത്രയാണ് ഈ യാത്ര. ഈ യാത്ര മനുഷ്യർക്കൊപ്പം എന്നത് കേവലം ഒരു മുദ്രാവാക്യം അല്ല. ഞാൻ മനുഷ്യർക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് ഒരു പ്രതിജ്ഞയാണ്. ഞാൻ പാവങ്ങളോടൊപ്പമാണ്, ദരിദ്രരോടൊപ്പമാണ്, അനാഥരോടൊപ്പമാണ്, അശരണരോടൊപ്പമാണ്, ദുർബലരോടൊപ്പമാണ്. എനിക്ക് ഈ വിഷയത്തിൽ ജാതിയില്ല, മതമില്ല, കക്ഷിത്വമില്ല. ഒരു നിമിഷപ്രിയ മാത്രമല്ല ഉസ്താദിന്റെ പ്രമേയം. 90 പിന്നിട്ട ഉസ്താദ് കുട്ടിക്കാലം ബോധം വെച്ച കാലം തൊട്ട് അശരണരെയും ദുർബലരെയും പാവങ്ങളെയും സംരക്ഷിച്ച ഉസ്താദ് ഇന്ന് ഇങ്ങനെ യാത്ര നടത്താൻ ഉസ്താദിനല്ലാതെ മറ്റാർക്കും യാതൊരു അധികാരവും ഇല്ല എന്ന കാര്യം അവിതർക്കിതമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യാത്ര മനുഷ്യർക്കൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകരോടും SYS, SSF, SMA, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ പ്രാസ്ഥാനിക കുടുംബങ്ങളോട്, പ്രത്യേകിച്ച് ഈ ശബ്ദം ശ്രവിക്കുന്ന സർവരോടും പറയുന്നത്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. മനുഷ്യർക്കൊപ്പം നിന്നാൽ അല്ലാഹു എന്റെ കൂടെ ഉണ്ടാകുമെന്ന ആ പ്രഖ്യാപനമാണ് നമ്മുടെ ഊർജം. അതാണ് നമ്മുടെ ശക്തി. ഈ കേരള യാത്ര ജനുവരി 2026 ജനുവരി 1 നടക്കുന്നത്. ഇന്നലെ വരെ ഉപയോഗിച്ച കലണ്ടർ ഒഴിവാക്കി, ഡയറി മാറ്റിവെച്ചു, പുതിയ ഡയറി തുടങ്ങി, പുതിയ കലണ്ടർ എടുത്തു. കാലത്തിന്റെ ഗതി മാറുന്നതിനനുസരിച്ച് പലതും മാറിക്കൊണ്ടിരിക്കുന്നു. മുദ്രാവാക്യങ്ങൾ മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു, വെല്ലുവിളികൾ മാറുന്നു, പലതും മാറുന്നു. മാറേണ്ടതേ മാറാൻ പറ്റൂ. മാറാൻ പറ്റാത്തത് മനുഷ്യർക്കൊപ്പമെന്നത് ഒരു കാലത്തും മാറാൻ പാടില്ല. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ പ്രതിജ്ഞ, ആ ആശയം മാറാൻ പാടില്ല എന്നതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ കേരള യാത്രയുടെ ഒന്നാമതായി നൽകുന്ന സന്ദേശം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതരാകുന്ന സമയത്ത്
സ്വന്തം ജന്മം നൽകിയ കുഞ്ഞു പെണ്ണാണെങ്കിൽ കുഴിച്ചു മൂടിയിരുന്നുവെങ്കിയ ചരിത്രങ്ങൾ, മനുഷ്യത്വം പൂർണ്ണമായും മരവിച്ച നഷ്ടപ്പെട്ട ഡാർക്ക് ഏജിലായിരുന്നുവെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് മനുഷ്യത്തിന്റെ ആൾരൂപങ്ങളായ, മനുഷ്യത്തിന്റെ പ്രതീകങ്ങളായ അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും 1,24,000 പരം റോൾ മോഡലുകളെ, മനുഷ്യത്വത്തിന്റെ ആൾരൂപങ്ങളായ സ്വഹാബത്തെ കിറാമിനെ വളർത്തിയെടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് മാതൃക സൃഷ്ടിച്ചത്. ഈ ലോകത്ത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് കൺട്രി ആദ്യമായി നിലവിൽ വന്നത് അല്ല, ഒരു ഡെമോക്രാറ്റിക് കൺട്രി ലോകത്ത് ആദ്യമായി നിലവിൽ വന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മനുഷ്യർക്കൊപ്പമെന്ന ആശയമാണ്. രണ്ടാമതായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ 22,000-ലേറെ മെമ്പർമാർ സത്യപ്രതിജ്ഞ ചൊല്ലി. പക്ഷേ ഈ പ്രതിജ്ഞ ചൊല്ലിയ 22,000 വാർഡ് മെമ്പർമാരോടും പറയാനുള്ളത്, ഇനി വോട്ട് ചെയ്തവർ ചെയ്യാത്തവർ എന്ന രണ്ട് കണ്ണ് നമുക്ക് പാടില്ല. നമുക്ക് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ നമുക്ക് കഴിയണം. നാടിന്റെ വികസനം കേവലം ആ ഭരണാധികാരികൾ മാത്രം നിക്ഷിപ്തമല്ല. അവർക്ക് ചെയ്യാവുന്നതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എല്ലാ ജനങ്ങളും മനുഷ്യത്വം നിലനിർത്തുന്നതിന്, മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയം സജീവമാക്കുന്നതിന് ജാതിയും മതവും വർഗവും എല്ലാം മറന്ന് ഒന്നാവണം. മൂന്നാമതായി പറയുന്നത്, ഇവിടെ പാലങ്ങളും റോഡുകളും 6 വരി പാതയായി. സന്തോഷമുണ്ട്. പുതിയ പുതിയ വികസനങ്ങൾ പലതും വരുന്നു, സന്തോഷമുണ്ട്. പക്ഷേ വികസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ മനസ്സിന്റെ വികാസങ്ങളായിരിക്കണം. മനുഷ്യ മനസ്സുകൾ വികസിക്കാതെ കണ്ണഞ്ചിപ്പിക്കുന്ന പാലങ്ങൾ പടുത്തുയർത്തി ആയിരക്കണക്കിന് വാഹനങ്ങൾ ദൈനംദിനം ഓടുന്നു. സെക്കൻഡുകളെ കൊണ്ട്, മണിക്കൂറുകളെ കൊണ്ടെത്തി സെക്കൻഡുകളെ കൊണ്ടെത്തുന്നു. പക്ഷേ ആക്സിഡന്റായി ഏതെങ്കിലും ഒരു ജീവൻ ആ നടു റോട്ടിലല്ലെങ്കിൽ പാലത്തിൽ വീണാൽ, ശ്രദ്ധിക്കാതിരുന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ വികസനം? ഈ വികസനം മനുഷ്യ മനസ്സുകൾക്കല്ലേ വേണ്ടത്. സമീപകാലം വരെയും എന്റെ അയൽപക്കത്ത് ഒരു കുട്ടി കിണറ്റിൽ വീണാൽ അതെന്റെ കുട്ടിയാണ് കിണറ്റിൽ വീണതെന്ന് മനസ്സിലാക്കി ഉടനെ മറ്റ് സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിക്കാതെ പെട്ടെന്ന് നീന്തമറിയാവുന്നവർ കിണറ്റിൽ ഇറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്തുമായിരുന്നു. അതാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയണം. ഖുർആനിന്റെ ആദ്യ അക്ഷരം ബ ആണ്. ഏറ്റവും അവസാനത്തെ അക്ഷരം സീനാണ്. രണ്ടു കൂടി കൂട്ടിയാൽ ബസ്. കത് തമ്മ വകത് കമുല. പൂർണ്ണമായി ഖുർആൻ മുഴുവനും മനുഷ്യത്വം മാത്രമാണ്. ഖുർആനിൽ തോന്നിപ്പോകും എത്ര ആയത്തുകളിൽ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ പറയാം. ഏറ്റവും അവസാനത്തെ അധ്യായം നിങ്ങൾ ആലോചിക്കുക, അന്നാസ്, മനുഷ്യർക്കൊപ്പം എന്നല്ലേ. ഏറ്റവും അവസാനത്തെ വേർഡ് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യർക്കൊപ്പം എന്നല്ലേ. ആ സൂറത്തിലെ എല്ലായിടത്തും ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശദ്ദിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മിനൽ ജിന്നത്തി വന്നാസ്. 6 തവണയല്ലേ ഈ ഖുർആന്റെ ബ്രീഫായി അവസാനത്തെ അധ്യായത്തിൽ കാണുന്നത്.
ഇതുകൊണ്ടാണ് ഖുർആൻ അടുത്തറിയുക. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്ത് നടന്ന ഒരു മഹാസംഭവം, അമേരിക്കയുടെ തലസ്ഥാനമായ ന്യൂയോർക്കില് ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മഹാൻ ഖുർആൻ തൊട്ടുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. നിങ്ങൾ വായിച്ചില്ലേ, അറിഞ്ഞില്ലേ? മണിക്കൂറുകളല്ലേ കഴിഞ്ഞതുള്ളൂ. എന്താണ്? ഖുർആൻ മനുഷ്യത്വമാണ്. അങ്ങനെയുള്ള ഒരു അമേരിക്കന്റെ ചരിത്രത്തിൽ ന്യൂയോർക്ക് തലസ്ഥാനത്ത് അദ്ദേഹത്തിന് ഇതിൽ എന്തെല്ലാം നടന്നു. പക്ഷെ അദ്ദേഹം വിജയിക്കാനുള്ള കാരണമെന്ത്? മനുഷ്യർക്കൊപ്പം അദ്ദേഹം നിന്നത് കൊണ്ടാണ്. ഇവിടെയാണ് ഇന്നൊരു പ്രതിജ്ഞ, ഞാൻ മനുഷ്യർക്കൊപ്പം. അവസാനമായി കാസർഗോഡ് ജില്ല കേരളത്തിന്റെ ഒരറ്റത്താണ്. പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടോ എന്ന വേദന തോന്നാറുണ്ട്. അതിലേറ്റവും വലിയ വേദനയാണ് എൻഡോസൾഫാൻ ബാധിതർക്ക് ഇന്ന് വരെ അർഹമായ ഒരു പ്രാധാന്യം, പരിഗണന, ചികിത്സ, പ്രതിവിധി ലഭിച്ചിട്ടില്ല എന്നത്. ഇവിടെയാണ് നേരത്തെ സ്പേസ് സെക്രട്ടറി പറഞ്ഞ അടിയന്തരമായി കാസർഗോഡ് ജില്ല ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഒരു എയിംസ് തന്നെ കാസർഗോഡ് ജില്ലക്ക് അനുവദിച്ച് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരെ എന്തുകൊണ്ടും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. പക്ഷെ എൻഡോസൾഫാൻ ബാധിതരോട് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ലോകത്ത് പരിമിതികളും അംഗപരിമിതികളും നിറഞ്ഞു നിന്ന ക്ലർക്കില്ലർ പറഞ്ഞ വാക്കുകളാണ്, വി ക്യാൻ ഡു ലിറ്റിൽ ടുഗദർ, വി ക്യാൻ ഡു സോ മച്ച്. ഒറ്റക്കാണെങ്കിൽ കുറച്ചേ ചെയ്യാൻ കഴിയൂ, എല്ലാവരും ചേർന്നാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ തളരരുത്, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത്. അങ്ങനെ എത്ര ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവർ ലോകത്തിന് മാതൃകയായിട്ടുണ്ട്.